പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അനു, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ലിൻസൺ, മോള് ഹായേൽ. ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയുവാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എനിക്കൊരു മൂത്ത മോനുണ്ട്, 8 വയസ്സ് പ്രായമുള്ള. ഞങ്ങൾ 3 പേരും ജോലി സംബന്ധമായിട്ട് 3 സ്ഥലങ്ങളിലായിരുന്നു. ഞാൻ ഇസ്രായേലിലായിരുന്നു ആദ്യം. അപ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 തുടങ്ങുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അതേ തുടർന്ന് അരമണിക്കൂർ ബൈബിൾ വായന, പിന്നെ കുരിശിൻ്റെ വഴി, അങ്ങനെ കുറേ പ്രെയർ, 2-3 മണിക്കൂർ നേരത്തെ പ്രെയർ ചെല്ലുമായിരുന്നു. എൻ്റെ നിയോഗം ഇതായിരുന്നു: ഞങ്ങൾക്ക് എത്രയും വേഗം കുടുംബമായി ഒന്നിച്ച് താമസിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണമേ എന്നും, എന്ന് ഞങ്ങൾ ഒന്നിച്ചാകുന്നു അന്ന് എനിക്കൊരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിച്ചിരുന്നു. അത് ഞാൻ എൻ്റെ വയറ്റിൽ കൈ തൊട്ട് ഒരു ജപമാല അതിനുവേണ്ടി തന്നെ 2 വർഷം കണ്ടിന്യൂസ്, ഒരു ദിവസം പോലും മുടക്കാതെ ചെല്ലുമായിരുന്നു. അതിൻ പ്രകാരം ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുവാനായിട്ട് സാധിച്ചു. എൻ്റെ മാനുഷികമായിട്ടുള്ള ഒരു ചിന്തയിൽ ഞാൻ വിചാരിച്ചു, ഇത്രയും വർഷം പ്രാർത്ഥിച്ചല്ലോ, അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാകുമ്പോഴേ തന്നെ എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് ഞാൻ ഓർത്തിരുന്നു. ജോലി സാഹചര്യങ്ങളും അതിന് ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പ്രാർത്ഥനയിൽ ഒരു ചെറിയ പിന്നോട്ട് ആയിരുന്നു ജോലി സംബന്ധമായിട്ട്. പക്ഷേ മനസ്സിലെപ്പോഴും ഓർത്തിരുന്നു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇടയ്ക്ക് മുടങ്ങി. അതുപോലെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടിയൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നെ കളിയാക്കിയിരുന്നു, നീ സൂപ്പർ മാർക്കറ്റുകാർക്കും കടക്കാർക്കും നീ ഒത്തിരി ലാഭം ഉണ്ടാക്കി കൊടുക്കുക, ഇനി നമുക്ക് നോക്കണ്ട, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം. പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. എൻ്റെ 8 വയസ്സുള്ള മോനും പ്രാർത്ഥിച്ചിരുന്നു. അതിന് പ്രകാരം ഞാനും തീരുമാനിച്ചു, ഓക്കെ എന്നാൽ ഞാൻ നോക്കുന്നില്ലെന്ന് തന്നെ വിചാരിച്ചു. അവസാനം എൻ്റെ ബാഗിൻ്റെ അകത്ത് 1-2 സ്ട്രിപ്പ് നോക്കാൻ വേണ്ടി എപ്പോഴും ഉണ്ടായിരുന്നു. തിടുക്കം കൂടുതലുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം വെളുപ്പിനെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഡ്യൂട്ടിയുടെ ഇടയ്ക്കുമൊക്കെ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു, എൻ്റെ കയ്യിൽ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ലാസ്റ്റ് ഞാൻ നോക്കും, ഇനി ഞാൻ മേലെ നോക്കില്ല, പരിശുദ്ധ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. നോക്കുന്നതിന് മുമ്പ് എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ കണ്ണിൽ നിന്നും ഭയങ്കരമായിട്ട് കണ്ണുനീര് വഴുകയും ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല, പക്ഷേ 2 വർഷം മുൻപേ ഞാൻ പ്രാർത്ഥിച്ച ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും സത്യസന്ധമായിരുന്നെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. വയറ്റിൽ കഴിച്ച് നോക്കുകയും പ്രഗ്നൻസി പോസിറ്റീവാണെന്ന് അറിയുകയും ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് ആ നിമിഷം തന്നെ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് തീരുമാനിച്ചു. അതിന് പ്രകാരം പിന്നെ ഞങ്ങൾ ശരിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ ഒരു ദിവസം പോലും മുടക്കാതെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിന് പ്രകാരം 5-ാം മാസത്തെ പുറത്തായതുകൊണ്ട് 5-ാം മാസത്തിൽ നമുക്ക് ജെൻഡർ അറിയാൻ പറ്റും കുഞ്ഞിൻ്റെ. അതിനാൽ ഞങ്ങൾ ആ സമയത്ത് അടുത്തതായി പെൺകുഞ്ഞിന് വേണ്ടി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ചെയ്തു. എന്നിരുന്ന് ഞങ്ങൾക്ക് ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്കൊരു പെൺകുഞ്ഞാണെന്ന് പറയുകയും ആ സമയം ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുകയും ദൈവത്തിന് ആ നിമിഷം തന്നെ നന്ദി പറയുകയും ചെയ്തു. പക്ഷേ ആ സമയം ഡോക്ടർമാർ എന്നോട് പെർമിഷൻ ചോദിച്ചു. ഞങ്ങൾ വേറൊരു ഗ്രൂപ്പിനെയും കൂടെ വിളിച്ച് ഞങ്ങൾ ചോദിച്ചോട്ടെ, ഞങ്ങൾക്ക് എന്തോ ഒരു അബ്നോർമാലിറ്റീസ് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾക്ക്. പക്ഷേ ആ പെൺകുഞ്ഞാണല്ലോ എന്ന സന്തോഷത്തിൽ ഞങ്ങൾ വേറൊന്നും ശ്രദ്ധിച്ചില്ല. അവർ ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് കുഞ്ഞിൻ്റെ ലങ്സ്, ഹാർട്ട് റൈറ്റ് സൈഡിലോട്ട് നന്നായിട്ട് തള്ളിയിരിക്കുന്നതായും ലെഫ്റ്റ് ലങ്സിൻ്റെ അടിയിൽ ഒരു മാസ് വളരുന്നതായും കണ്ടു. അവർ എല്ലാ 4 ആഴ്ച കൂടുമ്പോഴും സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓരോ പ്രാവശ്യവും ഞാൻ വിചാരിച്ചു, ദൈവമേ പരിശുദ്ധ അമ്മ തന്നതല്ലേ, അപ്പോൾ എനിക്കിത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഓരോ പ്രാവശ്യവും ഞാൻ ചെല്ലുമ്പോഴും ഞാൻ വിചാരിക്കുന്നു, ഡോക്ടർമാരെന്നോട് പറയാനു സോറി, ഞങ്ങൾക്കറിയാതെ പറ്റിയതാണ്, കുഞ്ഞിന് അങ്ങനത്തെ ഒരു ഇതില്ല എന്ന് ഞങ്ങൾ പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. ഓരോ പ്രാവശ്യവും അതിൻ്റെ സൈസ് വളരുന്നതായി ഞങ്ങൾക്ക് സ്കാനിങ്ങിലൂടെ അറിയാൻ കഴിഞ്ഞു. എൻ്റെ മമ്മി നാട്ടിൽ നിന്ന് വരികയും മമ്മിയുടെ കയ്യിൽ ഒരു കാശ് രൂപവും
നമ്മുടെ തൈലവും കൊണ്ടുവരാൻ വേണ്ടി ഞാൻ മമ്മിയോട് ഞാൻ പറഞ്ഞിരുന്നു. അതിന് പ്രകാരം മമ്മി വന്നതിൽ അന്ന് മുതൽ ഞങ്ങൾ എൻ്റെ വയറ്റിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസപ്രമാണം കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുത്തെ ധ്യാനം കേൾക്കുകയും എല്ലാവരും ചെയ്തു. ഞങ്ങൾ അധികം ആരോടൊന്നും പറഞ്ഞില്ല. കാരണം എൻ്റെ മനസ്സിലോട്ട് ആ സമയം മുഴുവൻ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന ഒരു വചനമാണ് വിചാരിച്ചിരുന്നത് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത്. കാരണം മനുഷ്യരോട് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പറയുമായിരിക്കും പ്രാർത്ഥിക്കാമെന്ന്, പക്ഷേ ദൈവത്തിനാണ് എല്ലാം കൂടുതലായിട്ട് അറിയാവുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, ദൈവത്തിന് തന്നെ സമർപ്പിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഡെലിവറി ചെയ്യാൻ നിന്നു. അപ്പോൾ ഡെലിവറിയുടെ സമയത്ത് ഒരു സെക്ഷൻ ഡോക്ടർമാർ ഇപ്പുറത്തെ സൈഡിൽ കുഞ്ഞിന് സർജറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുഞ്ഞ് ജനിച്ച ഉടനെ ചിലപ്പോൾ അത് പൊട്ടിയായിരിക്കും വരുന്നത് മാസ്. അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഭയങ്കര കോംപ്ലിക്കേഷനോട് കൂടിയായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. അതിനെ ഇത് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡോക്ടർമാർ അപ്പുറത്തും ഞങ്ങളിപ്പുറത്തും ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ആ ഹസ്ബൻഡിനോട് പറഞ്ഞ് എപ്പോഴും കരയുമായിരുന്നു, ഇനി ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് അറിയത്തില്ല. കാരണം ഹാർട്ട്പരമായ രോഗം വരുമ്പോൾ എന്താകും, എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ മുട്ടിപ്പാട്ടി എന്ത് തന്നാലും, ഇനി എന്ത് കുഞ്ഞിന് സംഭവിച്ചാലും ഞങ്ങൾ പരിശുദ്ധ അമ്മ തന്നതാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനായിട്ട് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരുന്നു. എന്നെ ഡെലിവറി സ്യൂട്ടിലേക്ക് ചെന്ന സമയം മുതൽ ഞങ്ങൾ വിശ്വാസപ്രമാണം ഞാനും എൻ്റെ ഹസ്ബൻഡും ഉറക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പ്രെയർ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇവിടെ പ്ലേ ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു. അപ്പോൾ ആ ഡെലിവറി സ്യൂട്ടിൽ ഇവിടുത്തെ അച്ഛൻ്റെ പ്രസംഗവും ജപമാലയും ആ സമയത്ത് ഞാനത് കേട്ടുകൊണ്ടാണ് എനിക്ക് ഞാൻ ഡെലിവറി ആകുന്നത്. ആ സമയം എന്നെ സ്കിൻ ടു സ്കിൻ കുഞ്ഞിനെ കടത്തണമെന്ന് പറഞ്ഞ് അവരെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, എൻ്റെ കുഞ്ഞ് ആരോഗ്യപരമായിട്ട് ഇരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ആ സമയം പെട്ടെന്ന് തന്നെ കുഞ്ഞ് ഡെലിവറി ആയ ആ സമയത്ത് തന്നെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ കുഞ്ഞ് പച്ചക്കളറാവുമോ അങ്ങനെയൊക്കെയായിരുന്നു. ഒരു കുഴപ്പവും കൂടാതെ ആയുസ്സും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. പിറ്റേ ദിവസം തന്നെ സ്കാനിങ്ങും എക്സ്റേയും എല്ലാം നടന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു നിഴൽ പോലും കാണാനായിട്ടുള്ള ഒരു ഇതില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്ത് സംഭവിച്ചെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഒരു കുഴപ്പവുമില്ലാതെ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി. ഞങ്ങളുടെ 8 വയസ്സുള്ള മോനെ ഇതിലൂടെ ദൈവത്തിനവൻ എപ്പോഴും ചോദിക്കും, ഞങ്ങളിവിടെ ധ്യാനം കേൾക്കുമ്പോൾ അമ്മേ നമ്മളെന്നാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്, ഈ ആൾത്താരിൽ നമുക്കും സാക്ഷ്യം പറയണ്ടേ. അങ്ങനെ എപ്പോഴും അവൻ കുഞ്ഞിനെ കൂടുതലായിട്ട് വളർത്തുവാൻ സാധിച്ചു. പിന്നെ ഞങ്ങളുടെ കുടുംബപരമായി പ്രാർത്ഥനകളും ഞങ്ങളുടെ ഈ ഒരു അനുഗ്രഹം കൊണ്ട് ഒത്തിരി പേർക്ക് അവിശ്വാസിയായിരുന്ന ഒത്തിരി പേർക്ക് വിശ്വാസം ലഭിക്കാനിടയായി. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പുറത്തായതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് ചിലപ്പം പരിചയമില്ലാത്ത ആളുകളായിരിക്കും, പക്ഷേ പുറത്തുകൂടെ പോകുമ്പോൾ ആരുടെയും മുഖവും വിഷമിച്ചിരിക്കുന്നുണ്ടാൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ എനിക്ക് അതിൽ പിന്നെ സാധിക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് ചെറിയ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ആക്ച്വലി ഇവിടെ വരാനിരുന്നതല്ല, ഈ സാക്ഷ്യം പറയേണ്ടതുകൊണ്ട് മാത്രം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നതാണ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഈ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമല്ല, അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾക്ക് ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കാതെ ഞങ്ങൾ എല്ലാ ദിവസവും ചെല്ലുവാനും ബൈബിൾ വായിക്കുവാനും യാത്രയിലും എവിടെ പോയാലും ഞങ്ങൾക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുവാനും ഒത്തിരി സാധിച്ചു. അതുപോലെ തന്നെ കുമ്പസാരിക്കണമെന്നും കുർബാന സ്വീകരിക്കണമെന്നും ഞങ്ങൾക്ക് അതിനുള്ളൊരു ബോധ്യം തമ്പുരാൻ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയും ഞങ്ങൾക്ക് തന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. വിശ്വാസ ജീവിതത്തിൽ കുറേയൊക്കെ വളരുവാനായിട്ട് ഉടമ്പടി പഠിപ്പിച്ചു എന്നും കൂടെ ഓരോ സാക്ഷ്യത്തിൽ എന്നതുപോലെ ഈ സാക്ഷ്യത്തിലും ഉണ്ട്. ഇപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരുപക്ഷെ വിശ്വാസം ഇല്ലാത്തവരോട് പോലും ഒരു വിശ്വാസത്തിൽ നയിക്കുവാൻ തക്കവിധം ബോധ്യത്തോടെ ഒരു വ്യക്തിക്ക് സംസാരിക്കുവാനായിട്ട് ഒരു ജ്ഞാനവും അല്ലെങ്കിൽ ഒരു കൺവിക്ഷനും ഒരു പ്രാർത്ഥന സമ്മാനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടമ്പടിയുടെ ഒരു ഏറ്റവും വലിയ വിജയം അതാണ്. കാരണം ഈശോയും പരിശുദ്ധ അമ്മയെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു വിഷയത്തിൽ പ്രാർത്ഥിക്കുവാൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചുമൊക്കെ വ്യക്തമായിട്ട് സംസാരിക്കാനുള്ളൊരു ബോധ്യം, ഒരു അഭിഷേകം ഈ ഉടമ്പടി എടുത്തവർക്ക് ലഭിക്കുന്നു. ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി എടുത്ത എങ്ങനെ അഭിഷേകം ലഭിക്കുന്ന പരിശുദ്ധമ്മയുടെ വലിയ കൃപയെ ഓർത്തും ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തെ ഓർത്തും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വം